ഏകദേശം 40-45 ദിവസമായി ഇറാനും അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള വാർ. അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ എസ്കലേറ്റ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്ന ഗ്ലോബൽ ട്രേഡ്. അതിന് പ്രശ്നമായി ഹോർമസ് ഇറാൻ അടച്ചു. ഏകദേശം 12ഓളം ഷിപ്മെൻ്റാണ് അവിടെ ആ ഹോർമസിനകത്ത് ഇറാൻ കൊണ്ടുവന്ന പ്രതിരോധത്തെ തട്ടി. അതായത് അവർ തന്നെ അത് മിസൈലും ഡ്രോൺസും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അമേരിക്ക പറഞ്ഞു ഹോർമസ് തുറക്കണം. അറബ് രാജ്യങ്ങൾ അവർ പ്രതിസന്ധിയിലായി. ആ രാജ്യങ്ങളിലോട്ടും ഇറാൻ മിസൈലും ഡ്രോൺസും വിടാൻ തുടങ്ങി. ഗ്ലോബലായിട്ട് ഇഷ്യൂ ആയി. അമേരിക്കൻ പ്രസിഡന്റിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അന്നേരവും ഈ ഉള്ളവൻ പല വീഡിയോയിലും പറഞ്ഞു അമേരിക്കയുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇറാൻ്റെ കയ്യിൽ ഓപ്ഷൻ ഇല്ല. ഇപ്പോഴെന്താ അറിയാൻ സാധിക്കുന്നു, ഒരു കണ്ടീഷനും ഇല്ലാതെ, അതായത് പാകിസ്ഥാനാണ് മീഡിയേറ്റർ റോളിൽ പോയിരിക്കുന്നത്, ഒരു കണ്ടീഷനും ഇല്ലാതെ ഇറാൻ ഹോർമുസ് തുറന്നു. പിന്നെന്തിനാ ഹോർമുസ് അടച്ചത്? അമേരിക്കൻ സാങ്ഷൻ, അതായത് എക്കണോമിക് ബ്ലോക്കേഡ്, ഇറാനിയൻ പോർട്ടുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഷിപ്പുകൾ ആ ബ്ലോക്കേഡ് തുടരുകയും ചെയ്യുകയാണ്. അമേരിക്ക പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഹോർമുസിൽ ഇറാൻ വെച്ചിരിക്കുന്ന മൈൻസ് അമേരിക്ക ഇറാനും ജോയിൻ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്യുന്നിടം വരെ ആ ബ്ലോക്കേഡ് തുടരും. ഇറാൻ പൂർണ്ണമായിട്ടും ഹോർമുസ് എല്ലാ രീതിയിലും തുറന്നു കൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് പിന്നീട് സോഷ്യൽ ട്രൂത്തിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു, അതായത് ഇറാൻ ഇനി ഒരു കാരണവശാലും ഹോർമുസ് അടക്കില്ല. അതായത് ഇറാന് ശരിക്കും മനസ്സിലായി. ഇതാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നത്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു പേഷ്യൻ്റാണ്. ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് എക്കണോമിക്കലി തകർന്നൊരു രാജ്യമാണ്. അതിനുശേഷം ഈ വാറിന് ശേഷം, അതായത് ഏകദേശം 10-40 ദിവസം കണ്ടിന്യൂസ് ഹിറ്റിംഗ് ആണ്. ഏകദേശം 17,000 ഹിറ്റാണ് ഇറാന് കിട്ടിയത്. ആ രാജ്യം ICUവിൽ നിന്നും വെന്റിലേറ്ററിലോട്ടങ്ങ് പോയി. അതായത് ഒരു രാജ്യത്തെ ഹിറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ട് അമേരിക്ക തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാം. പാകിസ്ഥാനെ മീഡിയേറ്റർ റോളിൽ വെച്ചു. ഇറാൻ്റെ ഡിമാൻഡ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സംസാരിക്കണം, അതിന് അമേരിക്ക വിട്ടുകൊടുത്തു. അതാണ് ഫസ്റ്റ് ടോക്സ് എന്ന് പറയുന്നത്. പിന്നെ 2 ആഴ്ചത്തെ ട്രൂസ്, വെടിനിർത്തൽ, സീസ് ഫയറിലോട്ട് വന്നു. ടോക്സ് സ്റ്റാർട്ട് ചെയ്തു. അമേരിക്ക ഡിമാൻഡ് വെച്ചു. ആദ്യത്തെ ഡിമാൻഡ് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, അത് പൂർണ്ണമായിട്ട് നിർത്തണം. ഇപ്പോഴറിയാൻ സാധിക്കുന്നു ഏകദേശം 25 വർഷത്തേക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഇറാൻ ചെയ്യുകയില്ല. 25 വർഷം. JCPO നേരത്തെ ഒരു ആക്ട് ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബാറക് ഒബാമയുമായിട്ട്. അത് 5 വർഷത്തേക്കായിരുന്നു. ഇത് 25 വർഷം കട്ട് ത്രോട്ട്. കാരണം ഇറാൻ്റെ കയ്യിൽ ഓപ്ഷൻ ഇല്ല. തകർന്ന രാജ്യമാണ്. എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഏകദേശം $5,000 അടുപ്പിച്ച്, $5,000 ഏകദേശം ഇന്ത്യൻ കറൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 5,000 കോടിയോളം നഷ്ടമാണ് ഒരു ദിവസം ഇറാന് വേണ്ടി. കാരണം അതിനിടയ്ക്ക് വാർത്തകൾ വരുന്നു, മലയാളത്തിൽ വരുന്നു, ഇറാൻ, അതായത് ചൈന പ്രതിരോധിക്കാൻ പോകുന്നു, ചൈനീസ് ഡിഫൻസ് മിനിസ്റ്റർ. ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്. അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്ക ചലഞ്ച് ചെയ്യത്തില്ല ഒരു കാരണവശാലും. ചൈന, റഷ്യ ചലഞ്ച് ചെയ്യത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ റഷ്യയുമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോൾ, അത് അവിടുത്തെ ക്രൂഡുമായിട്ട് ഇഷ്യൂ നടക്കുന്ന സമയത്ത് റഷ്യയുടെയൊക്കെ ചൈനയുടെ ഷാഡോ വെസൽസ് ഉണ്ട്. അത് 5-6 അമേരിക്ക പോയി പിടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നു. റഷ്യ മിണ്ടിയോ? അമേരിക്ക, ഈ പറയുന്ന ചൈന മിണ്ടിയോ? അതായത് ഹൈസിന്നാണ് ഈ ഷിപ്പുകൾ പിടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നത്. മിണ്ടാൻ പറ്റത്തില്ല. അതാണ് ഈ പറയുന്ന ഈ മൾട്ടി പോളാർ വേൾഡ് അല്ല, യൂണിപോളാർ വേൾഡാണ് അമേരിക്കയാണ് നിശ്ചയിക്കുന്നത്. അവർ എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ടുവന്നു. ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? ആരെങ്കിലും? ഇറാൻ വല്ലതും ചെയ്തോ? 42-48 മണിക്കൂർ കഴിച്ചപ്പോൾ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കൈ കൊടുത്തു. അവിടെ ഇറാൻ പറഞ്ഞ്, ഇറാൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അബ്ബാസ് അഗറാച്ചി, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലെബനനുമായിട്ട് വെടിനിർത്തൽ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ തുറന്നു കൊടുക്കുന്നത്.
ആദ്യം മനസ്സിലാക്കുക, ലെബനനും ഇസ്രായേലും വേറെ ബ്ലോക്കായി മാറി. ഹിസ്ബുള്ള കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഇസ്രായേലും ലെബനനും ടോക്സ് നടന്ന് അമേരിക്കയെ വെച്ച. അതിൻ്റെ അകത്ത് ഹിസ്ബുള്ള ഇല്ല. ഇസ്രായേൽ കണ്ടീഷൻ മുഴുവനും അംഗീകരിച്ചിട്ടാണ് അവിടെ വെടിനിർത്തലുണ്ടായിരിക്കുന്നത്. കാരണം തെക്കൻ ലെബനനിൽ ഒരു കാരണവശാലും ഹിസ്ബുള്ള ഉണ്ടാകാൻ പാടില്ല. ഇസ്രായേലി ഡിമാൻഡാണ്, അത് അംഗീകരിക്കേണ്ടി വന്നു. ഇനി അടുത്തത് എന്തോ ഡിമാൻഡ്? ഇസ്രായേലും ലെബനനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യും. അവർ എന്ന് വെപ്പൺസ് പിടിച്ച് മേടിക്കും, അതിനെ ഇല്ലാതാക്കും. അപ്പോൾ അതിനകത്ത് ഇറാൻ്റെ റോൾ എന്തുവാ? ഒരു റോളും ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ അവിടുന്ന് ഔട്ടായിപ്പോയി. ഹിസ്ബുള്ളയിൽ നിന്ന് ലെബനനിൽ നിന്ന് ഔട്ടായിപ്പോയി. ലെബനൻ്റെ ആവശ്യമുണ്ട്. സാമ്പത്തികമായിട്ട് തകർന്ന രാജ്യമാണ്. അവർക്ക് അമേരിക്കൻ സപ്പോർട്ടും അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താണ് സിറിയ ചെയ്തത്? സിറിയയും ഈ രീതിയിലാണ് മാറിയിരിക്കുന്നത്. പഴയ ISIS തീവ്രവാദിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ്. അയാളെന്തോ പറഞ്ഞു, പൂർണ്ണമായിട്ട് അമേരിക്കയുടെ പോയി സറണ്ടർ ചെയ്തു. അതിൻ്റെ മീഡിയേഷൻ ആരാണ്? സൗദി അറേബ്യയാണ് ചെയ്യുന്നത്. അതാണ് ഗ്ലോബൽ ചേഞ്ച് എന്ന്. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ സാന്നിധ്യം ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും അതേപോലെ തന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിച്ചു. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുവാ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ജനങ്ങളുടെ പിന്തുണ ട്രംപിനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ട്വീറ്റ് ചെയ്തത്? ഇന്ത്യൻ ചാനലും ഇന്ത്യൻ മീഡിയ എല്ലാം ട്രംപിനെതിരാണ്. അവർ പല ആൾക്കാർ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത്? അതായത് ഇന്ത്യക്ക് പോലും അമേരിക്കയുടെ മുമ്പിൽ പല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനില്ല. അതതിൻ്റെ കാര്യം. കാരണം അമേരിക്കയ്ക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഇന്ത്യക്ക് ഈ അമേരിക്ക ചെയ്യുന്ന പോലെ 1% പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡിപ്പെൻഡബിളാണ് പല കാര്യങ്ങളിലും. എനർജി നമ്മൾ ഡിപ്പെൻഡബിളാണ്, ടെക്നോളജി ഡിപ്പെൻഡബിളാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതേപോലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട സംഭവം നമ്മൾ ഡിപ്പെൻഡബിളാണ്. ഈ പറയുന്ന റഷ്യയുടെ സംഭവം ഓബ്സിലീറ്റായി. ഇതതിൻ്റെ കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന് കൃത്യമായിട്ടറിയാം ട്രംപാണ് ലോകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ട്രംപ് പാകിസ്ഥാനിലോട്ട് പോകുമെന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഈ ഡീലെല്ലാം ഫൈനലൈസ് ചെയ്യും. അതായത് അമേരിക്ക പറഞ്ഞ 15 പരിപാടികൾ ഇറാൻ തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുണ്ടാക്കിയിരിക്കുന്ന എൻറിച്ച് യുറേനിയം അമേരിക്കയ്ക്ക് തന്നെ കൈമാറും. ഇതാണ് അവർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കും. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കാരണവശാലും അത് ഇറാനിൽ വെക്കാൻ അമേരിക്ക സമ്മതിക്കത്തില്ല, റഷ്യക്ക് കൊടുക്കാനും സമ്മതിക്കത്തില്ല. പക്ഷെ പാകിസ്ഥാന് കൊടുക്കും. ഈ പാകിസ്ഥാന് കൊടുക്കുമ്പോഴും മനസ്സിലായിക്കോണം, അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് അമേരിക്കയാണ്. ഇത് പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കൊടുത്തു, അതിനു തുല്യമാണ്. എന്തിനാണ് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസിം മുനീർ ഇറാനിൽ പോയി ഒരു വലിയ ഡെലിഗേഷനുമായിട്ട് ഡിസ്കഷൻ നടത്തിയത്? അതിനു മുമ്പുണ്ടായൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പാകിസ്ഥാൻ്റെ മിലിറ്ററി സൗദി അറേബ്യ ഡിപ്ലോയ് ചെയ്തു. അവർ F-16 പരിപാടിയെല്ലാം കൂടെ സൗദി അറേബ്യയിൽ പോകുന്നു. അതായത് പാകിസ്ഥാൻ ഇറാന് വാൺ ചെയ്തു. അതായത് ഇനി ഒരു പ്രശ്നം ഈ സൗദിയിലോ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനും അമേരിക്കയുടെ കൂടെ ഇറാനെ അടിക്കും. കാരണം ഇറാൻ്റെ വലിയ ബോർഡറാണ്, 900 കിലോമീറ്ററാണ്. അതാണ് വിരട്ടിയത്. അതായത് JD വാൻസ് വന്ന് വിരട്ടി അവസാനം പാകിസ്ഥാൻ അമേരിക്ക പറയുന്ന രീതിയിൽ അസിം മുനീർ പോയി ഇറാനെ പോയി വിരട്ടി. മനസ്സിലാക്കുക, പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയല്ല പോയത്, പാകിസ്ഥാൻ ആർമി ചീഫിനെയാണ് വിട്ടിരിക്കുന്നത് അമേരിക്ക അവിടെ പോയി വരട്ടെ. അതാണ് ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആരാണ് ജയിച്ചത്? ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. ഇപ്പോൾ ഇറാൻ്റെ ഡിമാൻഡ് എന്തുവാ? ഇറാൻ്റെ ഡിമാൻഡ് റീബിൽഡ് ചെയ്യാൻ പണം വേണം. തകർന്ന് നാശമായി ആ രാജ്യം. അതാണ് ഞാൻ പറഞ്ഞത്, വെന്റിലേറ്ററിൽ കിടക്കുന്ന രാജ്യമാണ് ഇറാൻ. അതിന് ആര് പണം കൊടുക്കുക? അമേരിക്ക ഫ്രീസ് ചെയ്തിരിക്കുന്ന ഇറാൻ്റെ അസറ്റ് ഉണ്ട്, നേരത്തെ ഓയിൽ വാങ്ങിയത്. അപ്പോൾ അത് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെയും അമേരിക്ക പറയുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ അമേരിക്ക അംഗീകരിക്കത്തുള്ളൂ. ഇറാൻ്റെ ഡിമാൻഡ് എന്തോ അമേരിക്കൻ പ്രസൻസ് വേണം ഇറാനിൽ. എന്നാൽ മാത്രമേ അവർക്ക് ഓയിലിന് നല്ല വില കിട്ടുകയുള്ളൂ.
കാരണം മുഴുവനും ഒബ്സലീറ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, പഴയ ടെക്നോളജിയിലാണ് ഇറാനിയൻ ഓയിലും ഗ്യാസും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരു ബാരലിന് ഗ്ലോബൽ റേറ്റിൽ, അതായത് ഗ്ലോബലായിട്ട് മാർക്കറ്റ് പ്രൈസിൽ ഏകദേശം $60-70 ഉള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന ചൈനയുടെ കയ്യിൽ നിന്ന് $35 കിട്ടുന്നത് വാങ്ങുന്നത്. അതവർക്ക് മാറ്റി കിട്ടണം, കാരണം അവരുടെ ലൈഫ് ലൈനാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങൾ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നോക്കുക, ആരാണിത് ജയിച്ചത്? അമേരിക്ക ഹിറ്റ് ചെയ്ത് നശിപ്പിച്ചു, ഇറാനും അമേരിക്കയും കൂടെ അതിനെ. അവസാനം അവരുടെ എല്ലാ നേതാക്കളെ അവർ തീർത്ത് കളഞ്ഞു. ഏകദേശം 270 IRGCയുടെ ആ ഗവൺമെൻറ്റിൻ്റെ അലി ഖമനായി അയാൾ ഉൾപ്പെടെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല റിപ്പോർട്ടുകൾ വരുന്നു, മൊജ്തബ ഖമനായി അയാളെയും തട്ടിക്കളഞ്ഞു. അയാൾ വെറുതെ അവിടെ ഫോട്ടോ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇവരെല്ലാം തീർന്നു കഴിഞ്ഞു. അതായത് റിജീം ഓൾറെഡി മാറി. അവസാനം അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇറാഖ് പോലെ ആകാൻ വേണ്ടി. ഈ പറയുന്ന മസൂദ് പെഷഷ്കാരും അവർ തന്നെ ഭരിക്കുക. ആദ്യം മനസ്സിലാക്കുക, ഈ മസൂദ് പെഷഷ്കാരും ഈ പറയുന്ന ഇറാനിയൻ ലീഡേഴ്സ് അവരെവിടൊക്കെ മൂവ് ചെയ്യുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാം. അവരെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാ ടോക്സിന് വരുന്നത്? ഇതാണ് പ്രശ്നം. ഇറാൻ്റെ അവിടുത്തെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവിടെ ഡെലിഗേഷൻ്റെ പാർട്ടായിട്ടുള്ള പല ആൾക്കാർക്കും പേടിയാണ്. കാരണം എവിടെ വെച്ചാണ് ഇത് തീർക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇറാൻ്റെ അകത്ത് മുഴുവനും മൊസാദിൻ്റെ CIA-യുടെയും ചാരന്മാരാണ്. അല്ലെങ്കിൽ 2ഓളം അമേരിക്കൻ പൈലറ്റുകൾ അവിടെ ഹിറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞപ്പോൾ അവരെ കൂളായിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ഇതൊക്കെ ഇറാന് ഭയങ്കര സെറ്റ് ബാക്കാക്കി മാറ്റി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു പുല്ലുമല്ലെന്ന് അമേരിക്ക തെളിയിച്ചു കൊടുത്തു. എന്നാൽ ഏകദേശം 7-8 ലക്ഷം IRGC പട്ടാളക്കാരും ഈ പണം വെച്ച് ഈ പറയുന്ന മിസൈലും അതും ഇതും എല്ലാം മേടിച്ചു. പക്ഷെ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. സാമ്പത്തികമായിട്ട് തളർന്നും പോയി, സൈനികമായിട്ട് നാശമായിപ്പോയി. അവർ എയർഫോഴ്സും നേവിയും ഇല്ലാതായി. അവരുടെ ടാങ്കുകളുടെ ആ സിസ്റ്റം മുഴുവൻ എടുത്ത് ദൂരെ കളഞ്ഞു. അതായത് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എങ്ങനെ മൂവ് ചെയ്യും? അവസാനം അമേരിക്ക തന്നെയാണ് അതാക്കിയത് കൊടുത്ത്. അതായത് പവർ സ്റ്റേഷൻ അടിക്കുമല്ല, ഈ ഖർഗ് ഐലൻഡ് പിടിച്ചെടുക്കും. അതായത് ഖർഗ് ഐലൻഡ് സംഭവങ്ങൾ പിടിച്ചെടുത്ത ശേഷം അതവർ ഓപ്പറേറ്റ് ചെയ്യും, ഇറാനെ അങ്ങ് മാറ്റിവെക്കും. പിന്നെ ഇറാൻ എന്ത് ചെയ്യും? വേറെ വഴിയൊന്നുമില്ല. ഇവിടെയാണ് ഞാൻ പറയുന്ന അമേരിക്കൻ ഡിപ്ലോമസിയും അമേരിക്കൻ പവർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പവറാണ്. അത് റഷ്യയാണെങ്കിലും ചൈനയും പോലൊന്നും അല്ല. അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. കഴിഞ്ഞ 4-5 ദിവസം ഏകദേശം 50,000 അടുപ്പ് അമേരിക്കൻ സൈന്യം വന്നു കഴിഞ്ഞു. ഏത് സമയത്തും ക്യാപ്ചർ ചെയ്യാൻ രീതിയിലാക്കി മാറ്റി അതിനെ. അവിടെ മുൾമുനെ നിർത്തിയിട്ടാണ് ഈ ഹോട്ട് സീറ്റിൽ ഇറാനെ ഇരുത്തി. എന്നിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. വൺ സൈഡ് നെഗോസിയേഷനാണ്. എന്തുവാണ് ലെബനിൽ നടന്നത്? വൺ സൈഡ് നെഗോസിയേഷൻ. എവിടെയാണ് ഹിസ്ബുള്ളയ്ക്ക് സ്ഥാനം കൊടുത്തത്? സ്ഥാനം കൊടുത്തേയില്ല. അതായത് ലെബനൻ എലക്റ്റഡ് ഗവൺമെൻറ്റുമായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തു ഇസ്രായേൽ അമേരിക്കയും. ഹിസ്ബുള്ളയ്ക്ക് സ്ഥാനം കൊടുത്തു. ഹിസ്ബുള്ളയാണ് ഇറാൻ്റെ കൂട്ടർ. അപ്പം എവിടെ പോയി? ഹമാസ് ഇല്ലാതായി. ഹൂത്തികളോടെ പോയി. അവർ സൂയസ് കനാൽ തടയുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന സൗദി അറേബ്യൻ കടലിടുക്കുമായി ബന്ധപ്പെട്ട അവരുടെ ട്രാൻസ്പോർട്ടേഷൻ തടയുമെന്ന് പറഞ്ഞു. ഒരു പുല്ലും നടന്നില്ല. അവസാനം ഹോർമുസ് അങ്ങ് തുറന്നു കൊടുത്തു, അൺകണ്ടീഷണൽ. ഇതല്ലേ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്? അവരുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്. കാർഡെന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിലാണ്. ഇറാൻ്റെ കയ്യിൽ കാർഡൊന്നുമില്ല. നാറ്റോ രാജ്യങ്ങളുടെ സ്ഥിതി എന്തായി? ഇവരോട് അമേരിക്ക ആവശ്യപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ. അവർ സപ്പോർട്ട് ചെയ്തില്ല. അതോടുകൂടി നാറ്റോ രാജ്യങ്ങൾക്കും ക്വസ്റ്റ്യൻ മാർക്കായി. നാറ്റോ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്യാസ് ആണെങ്കിലും ക്രൂഡ് ആണെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്ന് പോകുന്നത്, അറബ് രാജ്യങ്ങളിൽ നിന്ന്. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും ഡിപ്പെൻഡബിൾ സംഭവം എന്ന് പറഞ്ഞൊരു ഗോഡ് ഫാദറായ അമേരിക്ക വീണ്ടും മാറി. അത് അമേരിക്ക തുറന്നു കൊടുപ്പിച്ചു. കാരണം ഈ രാജ്യങ്ങൾക്ക് അത് ആവശ്യമാണ്. ഏകദേശം 800-ലധികം വെസൽസാണ് 2 സൈഡിലും, 400+400 2 സൈഡിലായിട്ട് കിടക്കുന്നത്. കാരണം അങ്ങനെ രാജ്യങ്ങളുടെ ലൈഫ് ലൈനാണ്. ഖത്തർ സൈലൻ്റ് ആയിപ്പോയി. ഇനി ഖത്തർ ന്യൂട്രലായിട്ട് എവിടെയും നിൽക്കത്തില്ല. അതിനേക്കാളും മെച്ചമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കാരി തന്നെയാണ് ഈ പറയുന്ന പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ വരാതെ പാകിസ്ഥാനിൽ പോകുന്നത് ഇന്ത്യക്കാരി തന്നെയാണ്. പാകിസ്ഥാൻ ഒരു മേജർ റോൾ അങ്ങ് വഹിച്ചു. അമേരിക്ക പറയുന്ന ട്രാക്കിലോട്ട് പോയിട്ട് ഇറാനെ വരുതിക്ക് നിർത്തി. അപ്പം ആരാണ് നേട്ടം ഉണ്ടാക്കിയത്? അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേട്ടം ഉണ്ടായത്. അമേരിക്കൻ ജനതയ്ക്ക് ഇത് മതി. അതാണ് അമേരിക്ക എന്ന് പറയുന്ന ബിസിനസ് രാജ്യമാണ്. ഈ പറയുന്ന ഫർദർ ഇറാൻ്റെ ഓയിൽ എന്ന് പറഞ്ഞ് ഇനി അമേരിക്ക കൺട്രോൾ ചെയ്യും. അമേരിക്കൻ കമ്പനികൾ കൺട്രോൾ ചെയ്യും.
ചൈനയ്ക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, എങ്ങനെയാണ് റെയർ എർത്തുമായി ബന്ധപ്പെട്ട് ചൈന കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അമേരിക്ക വെനൂസിലേക്ക് കയറി പിടിക്കുന്നത്. അതിനുശേഷം വീണ്ടും ചൈനയുടെ ഏറ്റവും വലിയ, അത് കഴിഞ്ഞ് റഷ്യ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. അതിനെയും കയറി ക്യാപ്ചർ ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലെ ഭയമായിരുന്നു ഹോർമസ്. അത് ഇപ്പോഴൊന്നും അല്ല, പണ്ട് മുതലേ ഏകദേശം നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഹോർമസ് അത് നിർണായകമാണ്, 10-15 വർഷവും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോർമസ് പിടിച്ചെടുക്കുകയാണ് ഇപ്പം. അതായത് ഇറാന് യാതൊരു സ്വാധീനമില്ലാതെ കംപ്ലീറ്റ് അമേരിക്കൻ മോണിറ്ററിലായിരിക്കും ഈ ഹോർമസ് വർക്ക് ചെയ്യുന്നത്. ആ രീതിയിലാണ് അവർ ഈ പറയുന്ന ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാന് യാതൊരു സാമ്പത്തിക ഒരു സഹായവും ചെയ്യത്തില്ല. ഏകദേശം ഇനി ഇറാൻ ഇത് റീബിൽഡ് ചെയ്യാൻ 10 വർഷം എടുക്കും. അതിന് പണം വേണം, ടെക്നിക്കൽ സഹായം വേണം. പലത് ഇറാൻ്റെ സാങ്ഷൻ വന്നതിൻ്റെ പേരിൽ ഇറാൻ ഒന്നും കിട്ടുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി 0 ആയിട്ട് മാറി. ഇനി അറബ് രാജ്യങ്ങൾ എങ്ങനെ യൂറോപ്യൻ രാജ്യത്തെ വിശ്വസിക്കാൻ സാധിക്കും? പല പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇമാനുവൽ മാക്രോൺ, അതേപോലെ കീറ്റ് സ്റ്റാമർ, ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും വലിയ റോളില്ലാതെ ഈ അറബ് രാജ്യങ്ങളിൽ, ബൂമിങ് എക്കോണമി എന്ന് പറയുന്ന അറബ് രാജ്യങ്ങൾ തന്നെയാണ്. കാരണം എനർജി, അതേപോലെ തന്നെ കെമിക്കൽ, ഈ സാധനങ്ങൾ, അവിടെയാണ് ട്രംപ് കയറി വന്നിരിക്കുന്ന 3-4 ട്രില്യണായിട്ടാണ് അമേരിക്കയിലോട്ട് പോയിരിക്കുന്നത്. അവരുടെ ആ വിശ്വാസവും കൂടി സമയമെടുത്തു, പക്ഷെ അത് പിടിച്ചെടുത്ത് കൈ കൊടുത്തു. ഇതാണ് ട്രംപിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ പല ആൾക്കാരും പല മീഡിയയൊക്കെ പറയുന്ന പൊട്ടത്തെറ്റാണ്. അമേരിക്കൻ സൈനിക നാവിക ശക്തി എന്ന് പറയുന്ന സൂപ്പർ ശക്തിയാണ്. അതിൻ്റെ മുമ്പിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അവർ മിസൈലൊക്കെ വിടും, ബേസിലൊക്കെ വിടും, ചില അമേരിക്കൻസൊക്കെ സോൾജിയേഴ്സൊക്കെ മരിക്കും. ഇതൊക്കെ അമേരിക്കയുടെ ബിസിനസ് തന്ത്രങ്ങളതാണ്. അവർക്കറിയാം വാർ എങ്ങനെ ജയിക്കണമെന്ന്, വാർ എവിടെ കൊണ്ട് നിർത്തണമെന്നറിയാം, എങ്ങനെ ജയിക്കണം എന്നറിയാം. നെഗോഷിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ശത്രുക്കളെ അവരുടെ മുമ്പിലിരുത്തി അവരുമായി സുഹൃത്തുക്കളാക്കാനും അറിയാം. അതാണ് അമേരിക്കൻ ഡിപ്ലോമസി. അതാണ് ലോകം എപ്പോഴും മനസ്സിലാക്കുന്ന. അമേരിക്കൻ ഡിപ്ലോമസിയുടെ മുമ്പിൽ ഈ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഈ വാറിനകത്ത് നേട്ടം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്കൻ കമ്പനികൾ നേട്ടം ഉണ്ടാക്കി. പെട്ടെന്ന് നിന്നിരുന്ന ക്രൂഡ് $100 പോയി വെറും $86, $82, $83 പോയി. ഇതാണ് ഗെയിം പ്ലാൻ. ആരാണ് നേട്ടം ഉണ്ടായി ഈ സമയത്ത്? അമേരിക്ക ക്രൂഡ് ശരിക്കും ഈ പറയുന്ന $100 വിറ്റു ഈ സമയത്ത് മുഴുവനും. അപ്പോഴും അമേരിക്കയ്ക്കാണ് നേട്ടം ഉണ്ടായത്. ഏതായാലും വാർ നിൽക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. കാരണം അവർക്കറിയാം ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കൊന്നും കിട്ടാൻ, അവർ നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ അസറ്റുകളും മറ്റതൊക്കെ ഫ്രീസ് ചെയ്ത് മാറ്റിയെടുക്കും. അമേരിക്കൻ സഹായത്തോടു കൂടി നല്ല റിലേഷൻഷിപ്പിൽ പോകാനായിരിക്കും ഇറാൻ ശ്രമിക്കുന്നത്.